KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റുമ്പോൾ താങ്കൾക്ക് ഏതെങ്കിലും രീതിയിൽ ഓഫർ ഉണ്ടായിരുന്നു? അതായത് ഈ കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാം എന്നത്, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് മാറ്റുമ്പോൾ ഓഫറൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് ശേഷം അവര് അത് ഒരു ഓഫറൊക്കെ തന്നിരുന്നു. അത് എന്താ വേണ്ട ചെയ്യാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പാലിച്ചില്ല. ഇത്രയും വലിയ സീനിയർ നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ട് അതിനുള്ളൊരു പരിഹാരം ഉണ്ടാകില്ല. പിന്നെ അതിന്റെ മേലെ പറഞ്ഞ് തെറ്റിപ്പോകുന്നതിന് എനിക്ക് താല്പര്യവുമില്ല. അത് ഞാനത് ബോയ്ക്കോട്ട് ചെയ്തിട്ടൊക്കെയാണ് പോകേണ്ടത്. അതൊക്കെ വലിയ വാർത്തയാവും. അതിനോട് എനിക്ക് താല്പര്യമില്ല. കെ സുധാകരന് പാർട്ടിക്കകത്ത് ശത്രുക്കളുണ്ടോ? പാർട്ടിക്കകത്തൊന്നും എനിക്ക് അറിയപ്പെടുന്ന ശത്രുക്കളൊന്നും എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും എത്രമാത്രം വിജയ സാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDFന്? UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെയും നമുക്ക് ഭയങ്കര ജനങ്ങളാണ്. എനിക്ക് അത്ഭുതമായി പോയി. ഞാനിപ്പോ 4-5 പൊതുയോഗത്തിൽ പ്രസംഗിച്ചു. 4-5 പൊതുയോഗത്തിലും 10,000 കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ആ ഘടകം ഉണ്ടായിട്ട് പോലും നമുക്കിത് ഓവർകം ചെയ്ത് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ ആണ് നമുക്ക് ദുഃഖം. ഈ സാഹചര്യം മുതലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണോ? അതാണ് സത്യം. ചില നേതാക്കന്മാരിൽ അതിനകത്തൊരു എന്താ പറയാ, ഒരു ക്രോസ് വേ ഉണ്ട്. അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ അതിന്റെ മേലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂല. സ്വന്തം നേതാക്കന്മാർ തന്നെ അതിനോടൊരു വിഘടിതമായ ഒരു ശബ്ദം, വിഘടിതമായ ഒരു സ്റ്റാൻഡും അവരെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം താങ്കൾ കൊടുത്തൊരു അഭിമുഖത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് പറയാനാവില്ല എന്ന് പറഞ്ഞു എന്നും അതൊരു വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഭരണ തുടർച്ച ആവില്ല എന്ന് പറയുന്നത് ഭരണ തുടർച്ച ആവാതിരിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടല്ലോ. ആ തീരുമാനത്തിനനുസൃതമായി നമുക്ക് അതിന്റെ മേലെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അത് നേതാക്കന്മാർ പറയണം. നേതാക്കന്മാർ പറഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം ടി.ഒ. മോഹനെ സ്ഥാനാർത്ഥിയാക്കുന്നു. ടി.ഒ. മോഹന്റെ പ്രചരണത്തിന് പോയി. ചന്ദ്രൻ തില്ലങ്കേരിയുടെ പ്രകടനത്തിന് പോയി. സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ പോകണ്ടേ? സണ്ണി മണ്ഡലം പോകണം. അതിന് എപ്പോഴെങ്കിലും ദിവസം പോകാം. ഞാനും സണ്ണി മക്കീരും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ബന്ധമാണ്. അദ്ദേഹം പ്രസിഡന്റ് ആവുന്നതിന് മുമ്പും അദ്ദേഹവുമായി ഞാനുമായി നല്ല ബന്ധമാണ്.